ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ഇങ്ങോട്ടും പോയിട്ടൊന്നുമില്ല. ഇവിടെ ചുറ്റുപാടൊക്കെ തന്നെ ഉണ്ട്. ഓ, രാത്രിയൊക്കെ അല്ലേ ചെറിയമ്മേ? പുറത്തൊക്കെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കാന്ന് പറഞ്ഞ എനിക്ക് എവിടെയാ പോകാനുള്ളത്? ആകെ ഒരു സഹായത്തിനുള്ളത് നീയാ. പ്രിയങ്കമോളുടെ കാര്യോ? അവളുടെ എന്ത് കാര്യം? അല്ല, ഇപ്പൊ എന്റെ അടുത്ത് വന്ന് ഇരിക്കാറുണ്ട്. ഭക്ഷണം വാരിക്കൊടുക്കണോന്നൊക്കെ പറയാറുമുണ്ട്. ഉള്ളില് പഴയ തോന്നലുകളൊക്കെ കിടക്കുന്നുണ്ടാവുമല്ലേ? അവളുടെ ഉള്ളിൽ പഴയ തോന്നലുകൾ കിടക്കുന്നുണ്ടോ ഇല്ലയോ? അതവിടെ നിക്കട്ടെ പത്മിനി. നിന്റെ ഉദ്ദേശം എന്താ? അതാ എനിക്ക് പറയേണ്ടത്. അവളുടെ അസുഖമൊക്കെ മാറ്റി അവളെ പഴയ സ്ഥിതിയിലാക്കി ഇവിടെ തന്നെ നിർത്തണമെന്നുള്ള ഉദ്ദേശം പത്മിനിയുടെ ഭാഗത്ത് നിന്നുണ്ടോ? അല്ലമ്മേ, അത് മണ്ടത്തരം കാണിക്കല്ലേ. ഇപ്പൊ ഇവിളി ഈ അവസ്ഥയിലാണെങ്കിലും എന്തൊക്കെ ചെയ്തു കൂട്ടിയതിനു ശേഷമാ ഈ അവസ്ഥയിലായതെന്ന് ചിന്തിക്കണം. നീ ഇപ്പൊ കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ, അത് വരുണിന്റെയും രാധികയുടെയും ജീവൻ ആപത്താ. പ്രിയങ്കയുടെ മനോനില നേരെയാവുകയും കണിമംഗലത്ത് നിന്നും ഇനി അവൾ ഇറങ്ങുന്നില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്താല് എന്ത് ചെയ്യും നീ? വരുണിനോട് അവളെ സ്വീകരിക്കാൻ പറയാൻ പറ്റുമോ? പഴയ പോലൊരു ഗതികെട്ട ജീവിതം തെരഞ്ഞെടുക്കാൻ അവനോട് പറയാൻ പറ്റുമോ? പറ. അയ്യോ അമ്മേ, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചല്ല. കാരുണ്യ സ്നേഹമൊന്നും വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ ഇതല്പം പ്രശ്നം പിടിച്ച കാര്യ. അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ കണിമംഗലത്ത് ഇപ്പോഴുള്ള ശാന്തിയും സമാധാനവും ഇല്ലാതാവും. അത് മനസ്സിലാക്കിക്കൂ. എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിയെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ നോക്കണം. അതാ ചെയ്യേണ്ടത്. ചെല്ല്. അയ്യോ ദൈവമേ, അയ്യോ. ഈ പെണ്ണിത് എവിടെ പോയി കിടക്ക? ഫോണും എടുക്കാതെ. ദൈവമേ, ഇവളെന്താ ഈ ഫോൺ എടുക്കാത്തത്? എന്റെ ദൈവമേ, ഞാൻ ഇതിനകത്ത് പെട്ടുപോയല്ലോ. അയ്യോ. എന്തുപറ്റി? ഗേറ്റ് ഒക്കെ അടച്ചു കൂട്ടിരിക്കണേ? ഞാനല്ല സൂര്യ, പ്രിയങ്ക എങ്ങാനും പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ആരോ ചെയ്താണെന്ന് തോന്നുന്നു.
രാത്രി ഒന്ന് മുറിച്ചോ? ഞാൻ വിളിച്ചാലോന്ന് കരുതിയതാ, പിന്നെ വേണ്ടെന്ന് വെച്ചു. എന്നാലും വിളിക്കായിരുന്നു. വേണ്ട, ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞ സൂര്യ എന്റെ അടുത്തേക്ക് ഓടി വരുമെന്ന് എനിക്കറിയാം. ആ എടോ, ഗേറ്റ് പൂട്ടണ്ടേ? ആ, അത് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞ് പൂട്ടാം. സൂര്യ വരും. ആ വാ. സൂര്യ, ഞാനേ ഒന്ന് അടുക്കള വരെ പോയിട്ട് വരാവേ. ആ ശരി. ആ. ഹലോ ചെറിയമ്മേ. ഞാൻ എങ്ങോട്ടും പോയിട്ടൊന്നുമില്ല. ഇവിടെ ചുറ്റുപാടൊക്കെ തന്നെ ഉണ്ട്. ഓ, രാത്രിയൊക്കെ അല്ലേ ചെറിയമ്മേ? പുറത്തൊക്കെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കാന്ന് പറഞ്ഞ എനിക്ക് എവിടെയാ പോകാനുള്ളത്? ആകെ ഒരു സഹായത്തിനുള്ളത് നീയാ. നീയും കൂടി കൈയൊഴിഞ്ഞ പിന്നെ ഓ, ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യാനാ? ഒക്കെ ചെറിയമ്മയ്ക്ക് മനസ്സിലാക്കാനുള്ളതല്ലേ ഉള്ളൂ. നീ എന്നോടാണോ ഈ പറയുന്നേ? എല്ലാ കാര്യത്തിനും നമ്മൾ ഒന്നിച്ചു നിന്നതല്ലേ? അവരൊക്കെ കൈവിട്ട എനിക്ക് മനസ്സിലാക്കാം. പക്ഷെ ഒന്നിച്ചു നിന്ന് നമ്മള് തമ്മില്. ചെറിയമ്മയെ സഹായിക്കില്ലെന്നാണോ ഞാൻ പറഞ്ഞത്? ഇപ്പോഴത്തെ സാഹചര്യം നോക്കണമെന്നാ ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും സംഭവിച്ച് ഞാൻ ചെറിയമ്മയെ സഹായിക്കുന്നു എന്നറിഞ്ഞ ആ നിമിഷം എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ നോക്കി നിൽക്കുക എല്ലാരും. ചെറിയമ്മേ, ഞാൻ കൂടെ ഇവിടുന്ന് പുറത്തായ പിന്നെ ഒരു കാലത്ത് ഒരാളും ഇങ്ങോട്ട് തിരിച്ചു കയറാന്ന് നോക്കണ്ട. ഇതിപ്പോ ഞാൻ കണിമംഗലത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും.